ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശിനെ വിദേശത്തൊരു കമ്പനി ഇടാന്നുള്ള ഒരു തീരുമാനം എടുക്കണം കേട്ടോ. അങ്ങനെ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും നന്നു എന്ന് തോന്നുകയാണ്. കാരണം വിദേശത്ത് നിന്നും കിട്ടുന്ന ഓർഡറുകൾ അത്രയുമാണ്. അതുകൊണ്ട് തന്നെ നയനയുടെ ഡിസൈനാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അച്ഛാ, നമുക്ക് വിദേശത്തൊരു കമ്പനി ഇടാം എന്നുള്ള തീരുമാനം മുത്തശ്ശനോടും അച്ഛനോടും പറയുമ്പോൾ അവരതിന് സമ്മതം മൂളാണ് കേട്ടോ. അങ്ങനെ ആ കട ഉദ്ഘാടനം ചെയ്യേണ്ട അന്നേ ദിവസം എത്തിയിരിക്കുന്നു. അപ്പോൾ ആദർശ് തൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ദേവിയാനോട് പറയാണ്, അമ്മേ, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു വിദേശത്തൊരു കമ്പനി ഇടുക എന്നുള്ളത്. അത് നടക്കുന്നു. എന്നാൽ എൻ്റെ അമ്മ വന്നിട്ട് വേണം ആ ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറയാനിട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ അവിടെ മുത്തശ്ശിയും പറയാണ്, ശരിയാണ് ദേവിയാനി, നീ വേണം അത് പോയി ഉദ്ഘാടനം ചെയ്യാനെന്ന് പറയട്ടെ. അപ്പോൾ അത് കേട്ട നയനയും പറയണം, ശരിയാണ് അമ്മേ, അമ്മ പോകണം, അമ്മ ആദർശേട്ടൻ്റെ കൂടെ പോകണം എന്ന് പറയണം കേട്ടോ. ഇത് കേട്ട ദേവിയാനി ഉടൻ തന്നെ പറയാണ്, ഞാൻ പോകുന്നില്ല, എനിക്ക് എന്തായാലും അതിനോട് താല്പര്യമില്ല, എനിക്കിപ്പോൾ അസുഖം മാറിയതിന് ശേഷം യാത്രക്കൊന്നും വലിയ ഇഷ്ടമല്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയാം കേട്ടോ. ഇതേ സമയം അനാമിക പറയാണ്, എന്നാൽ ഞാൻ പോയിക്കോളാം, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ വിദേശത്താണെങ്കിലും ഒത്തിരി തവണ പോയതാണ്. അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നവ്യ പറയാണ്, അല്ല ഇതിപ്പോൾ അനിയല്ലല്ലോ പോകുന്നത്, ഇവിടെ ആദർശല്ലേ പോകുന്നത്, അപ്പോൾ ആദർശിൻ്റെ ഭാര്യ നയനയല്ലേ, നയന പോട്ടെ എന്ന് പറയണം കേട്ടോ. ഇത് കേട്ട അനാമിക ഉടൻ തന്നെ ഇവരെ കൊച്ചാക്കിയും കൊണ്ട് അനാമിക സംസാരിക്കുകയാണ്, അതിനുള്ള യോഗ്യതയൊന്നും നയനക്കില്ലല്ലോ, ഇട്ടാവട്ടത്ത് കിടന്ന് തിരിയുക എന്നല്ലാതെ നയനയ്ക്ക് ഇന്നത്തെ ലോകം എന്തെന്ന് അറിയില്ലല്ലോ, ഞാനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ ഒരുപാട് തവണ വിദേശത്തൊക്കെ പോയതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് അവരുമായി സംസാരിക്കാനും അതിനുള്ള ആ കഴിവൊക്കെ എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നാൽ ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേവയാനിയാണെങ്കിലും അവൾ തന്നെ തീരുമാനമെടുക്കുന്നു, എൻ്റെ മകൻ്റെ കൂടെ പോവാൻ അവൾ തന്നെ തീരുമാനമെടുക്കുന്നു, മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് പോലും അവൾ നിൽക്കുന്നില്ല, എന്നാൽ അവൾക്കിട്ട് ഒരു കൊട്ട് തന്നെ കൊടുക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അവിടെ എടുക്കണം കേട്ടോ. ഇതേസമയം എല്ലാവരുടെയും മുഖത്തും വലിയ സങ്കടമാവണം. നവ്യക്കും നയനക്കും ഈ പറയുന്ന ദേവയാനിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ജയനും ഒക്കെ കേട്ടോ. അവിടെ ആരും മറുത്തൊരു മറുപടി പറയാൻ എന്തെന്ന് കേൾക്കാൻ പോലും തയ്യാറാതെ അനാമികയുടെ അമ്മയ്ക്ക് വിളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അമ്മയോട് വിളിച്ചിട്ട് പറയണേ, അമ്മേ, ഇവിടെ ആദർശ് എന്ന് പറയുന്നവനുണ്ടല്ലോ, അവന് വിദേശത്ത് ഒരു ജ്വല്ലറി ഇടുകയാണ് ഇത്ര, അതിൻ്റെ ഉദ്ഘാടനത്തിന് ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകണമെന്നുള്ള തീരുമാനമെടുത്തു. അവൻ്റെ അമ്മയെയാണ് വിളിച്ചത്, പക്ഷേ അക്കാര്യത്തിൽ ഞാൻ അങ്ങ് കയറി ഇടപെട്ടു, അവർക്ക് അതിനോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ എനിക്ക് പോയിക്കൂടെ, ഞാനങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് ഏറ്റു എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത് കേട്ട രവതി പറയണ, മോളെ നന്നായി, എന്നാൽ എൻ്റെ പാസ്പോർട്ടൊക്കെ അവിടെ ഇല്ല അമ്മേ, ഇന്നേ വരെ ഞാൻ വിദേശം എന്തെന്നോ ഈ പറയുന്ന ഫ്ലൈറ്റ് എന്തെന്നോ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ പാസ്പോർട്ടൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചോളൂ കേട്ടോ എന്ന് പറയുമ്പോൾ, ശരി മോളെ, ഞാൻ ചെയ്തോളാം, എന്തായാലും നീ പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ അങ്ങ് കരുതിയേക്കണമെന്ന് പറയണം കേട്ടോ. അത് ഞാൻ ഏറ്റവും അമ്മേ എന്നൊക്കെ അനാമിക പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി എല്ലാവരും ഇങ്ങനെ ആ ഒരു 2 ദിവസത്തിനുള്ളിൽ പോകാനുള്ള ആ തയ്യാറെടുപ്പ് ഇങ്ങനെ നടത്താണ്. അപ്പോൾ ഈ സമയം ദേവിയാനി വന്നിട്ട് പറയണം, അല്ല അനാമികയെ, നീ എങ്ങോട്ടാണ് ഈ പോകുന്നത്? ഇത് കേട്ട ഉടൻ തന്നെ, ഇതെന്താ വല്യമ്മേ, എന്ത് ചോദ്യമാണ് വല്യമ്മ ചോദിക്കുന്നത്? അത് കേട്ട് ജാനകിയും മുത്തശ്ശനൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ആദർശേട്ടൻ്റെ കൂടെ വിദേശ കമ്പനി ഉദ്ഘാടനം ചെയ്യാം, അതിന് ഇവിടെ ആരെങ്കിലും നിന്നോട് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞോ? അത് കേട്ട ഉടൻ തന്നെ, എന്താ വല്യമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് കേട്ട ജാനകി പറയണേ, എന്താ ദേവയാനി ഏട്ടത്തി എന്താ ഇങ്ങനെയൊക്കെ അനാമികമളോട് സംസാരിക്കുന്നത്? അനാമികമൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല, ഇവളല്ല പോവേണ്ടത്, അതിന് യോഗ്യതയും അതിന് അർഹതയും ഉള്ളത് ഈ നിൽക്കുന്ന നയനയാണെന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാവാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കണം കേട്ടോ. ഇതേ സമയം ഇത് കേട്ട ഉടനെ ജാനകി പറയണ, ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? അപ്പോഴേക്കും അനാമികയുടെ സ്വഭാവം അങ്ങ് മാറി കേട്ടോ. അനാമിക ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആ ദേഷ്യം ദേവയാനിക്ക് മുന്നിൽ അങ്ങ് പൊട്ടിപ്പുറപ്പെടാണ്. ഉടൻ തന്നെ വല്യമ്മ എന്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇവളെ പറഞ്ഞു വിടാമെന്ന് കരുതിയത്? ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്ന ഇവളെപ്പോലെ ഒരുത്തിയെ വിദേശത്തേക്ക് പറഞ്ഞയക്കാനോ? ഞാനാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയുടെ ഒക്കെ കൂടെ ഒത്തിരി തവണ വിദേശം പോയി കണ്ടതാണ്, എനിക്ക് അവിടുത്തെ നാടും നാട്ടുകാരെയും എല്ലാവരെയും നന്നായി അറിയാം, അതുകൊണ്ട് തന്നെ നയനയെ അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ച ഉടൻ തന്നെ, ഇവിടെ യോഗ്യതയല്ല മോളെ വലുത്, നയന കാരണമാണ് ഈ വിദേശത്തൊരു ജ്വല്ലറി ഇടാമെന്നുള്ള തീരുമാനം എടുത്തത് തന്നെ. കാരണം വിദേശത്ത് അത്രയും ഓർഡറുകളാണ് നയനയുടെ ഡിസൈനിന് വരുന്നത്, അതുകൊണ്ടാണ് അവിടെ ഒരു കമ്പനി ഇടാമെന്നുള്ള തീരുമാനം നമ്മൾ എടുത്തത്. അതുകൊണ്ട് നയനയാണ് ആദർശിൻ്റെ കൂടെ പോകേണ്ടത്, നീ അനിയുടെ കൂടെയല്ലേ പോകേണ്ടത്, അല്ലാതെ ആദർശിൻ്റെ കൂടെ നീ പോവേ എന്ന് ദേവിയാനി മുഖത്തടിച്ച് ചോദിച്ചുടൻ തന്നെ അനാമികക്ക് സഹിക്കില്ല കേട്ടോ. അങ്ങനെ അനാമിക പറയണേ,
വല്യമ്മേ, വല്യമ്മ ഇപ്പോൾ എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വല്യമ്മ എന്താ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? വല്യമ്മയ്ക്ക് ഞാനിപ്പോൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വല്യമ്മ എന്നോട് ഇങ്ങനെ അകൽച്ച കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി വല്യമ്മ, ഇവൾ പറയുന്ന ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഓരോരുത്തരെയും മാറ്റിമറിക്കാനുള്ള ഇവളുടെ മനസ്സുകൊണ്ടല്ലേ. അത് കേട്ട ദേവയാനി പറയണേ, നീ എന്താടി കരുതിയിരിക്കുന്നത്? ഞാനൊരു പൊട്ടിയാണെന്നോ അതോ പൊട്ടക്കളത്തിലെ തവളയാണെന്നോ? എന്നും നീ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ ചലിക്കാമെന്ന് നീ കരുതിയോ? തെറ്റും ശരിയും വേർതിരിച്ചറിയാനുള്ള ആ കഴിവൊക്കെ ഇപ്പോൾ എനിക്കുണ്ട്. നീ എന്തായാലും വേർതിരിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞതങ്ങ് കേട്ടാൽ മതി. ഇവിടെ നിന്നും ആദർശിൻ്റെ കൂടെ പോകുന്നത് നയനയാണ് ആ കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ ജ്വല്ലറി അവളായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറയാനിട്ടോ. ഇത് കേട്ട് അനാമികക്ക് സങ്കടം സഹിക്കില്ല. കരഞ്ഞും കൊണ്ട് അനാമിക അവിടെ നിന്നും പോകുമ്പോൾ ജാനകി ദേവിയാനിയോട് ചൂടാവാണ് കേട്ടോ. എട്ടത്തി എന്നാലും എൻ്റെ മോൾക്ക് ഇത്രയും സങ്കടം കൊടുക്കേണ്ടായിരുന്നു. ഇവളെപ്പോലെ വലിഞ്ഞു കയറി വന്നവളല്ല എൻ്റെ മോള് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് നാട്ടുകാരും ഒക്കെ അറിയെ കൈപിടിച്ച് വന്നതാ, അല്ലാതെ മുഖം മറിച്ച് വന്നതല്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ദേവയാനിക്ക് ഒത്തിരി സങ്കടമാവാണ്. എപ്പോഴും നയനയെ അത് പറഞ്ഞ് വേദനിപ്പിക്കുമ്പോൾ നയനയുടെ ഉള്ളും വേദനിക്കുന്നുണ്ടെന്ന് ദേവയാനിക്ക് മനസ്സിലാവണം കേട്ടോ. അങ്ങനെ ഉടൻ തന്നെ രേവതിക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനാമിക പറയാണ്. അമ്മേ, ഇവിടെ ആ വല്യമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. എന്താ മോളെ, എന്താ പ്രശ്നം? അല്ല, അവർ പറയണ ഇന്ന് എൻ്റെ മുഖത്തടിച്ച് നീ എന്തായാലും വിദേശത്തോട്ട് പോണ്ട, ഇവിടെ വിദേശത്ത് പോകേണ്ടത് നയനയാണ്, ആദർശിൻ്റെ ഭാര്യ, അവൾ ഉദ്ഘാടനം ചെയ്യട്ടെ എന്ന് അവർ എൻ്റെ മുഖത്തടിച്ച് പറഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേട്ട രേവതി പറയണേ, എന്താ മോളെ നീ പറയുന്നത്? അവർക്ക് ഇത്രയും വലിയ മാറ്റം വരാൻ എന്താ കാരണം? അതൊന്നും എനിക്കറിയില്ല അമ്മേ, എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ് മനസ്സിന് തോന്നിയത് എന്ന് പറയാനിട്ടോ. ഇത് അങ്ങനെ അങ്ങ് വിട്ടാൽ മതിയാവില്ല, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയാനിട്ടോ. അങ്ങനെ ഈ സമയം രേവതി ആ സമയം തന്നെ അങ്ങോട്ടേക്ക് എത്തണം. എന്നിട്ട് രേവതി പറയണേ, എൻ്റെ ദേവേടത്തി, നിങ്ങൾ എന്തിനാ മനഃപൂർവ്വം എൻ്റെ കൊച്ചിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിനോട് പറയണം, നീ വിദേശത്തോട്ട് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ വരേണ്ടെന്ന്. ഇത് ഒരു രാത്രി കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ നയനയാണ് പറഞ്ഞയക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ഈ വിദേശമൊന്നും കാണാതെ കിടക്കുന്നവളല്ല, അവൾ ഒത്തിരി തവണ അവിടേക്ക് കറങ്ങി നടന്നവളാണ്. ഈ നയനയെ പോലെ ഇട്ടാവട്ടത്ത് കിടന്ന് തിരിയുന്നവളല്ല എന്ന് പറഞ്ഞ ഉടനെ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എപ്പോഴും ഉണ്ട് നിങ്ങളൊരു കൊച്ചാക്കി സംസാരിക്കൽ. നിങ്ങൾക്ക് മാത്രമേ പണമുള്ളൂ എന്ന ആ ഒരു വിചാരവും അഹങ്കാരവും നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നാൽ അത് ഇവിടെ വേണ്ടട്ടോ. എൻ്റെ മകൻ ഇടുന്ന ജ്വല്ലറി ആര് ഉദ്ഘാടനം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ നിങ്ങളല്ല എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന രേവതി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഒന്നാമത് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇത് അനന്തപുരി തറവാടാണ്, അല്ലാതെ നിങ്ങളുടെ തറവാടല്ല. ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവിടുത്തെ പ്രശ്നം വെക്കാനും ഒക്കെ അച്ഛനും അമ്മയും മറ്റുള്ളവരൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാ ഇതിൽ തലയിടാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ രേവതിയുടെ മുഖത്തടിച്ച് ദേവയാനി പറയുമ്പോൾ അനാമിക ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. ഇത് കാണുന്ന ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എന്താ ഏട്ടത്തി എന്താ വിചാരിച്ചിരിക്കുന്നത്? എൻ്റെ മരുമകളെ എല്ലാവർക്കും മുന്നിലിട്ട് നാണം കെടുത്താൻ ഞാൻ കണ്ടു നിൽക്കുമെന്ന് ഏട്ടത്തി കരുതിയോ? ഏട്ടത്തി എന്താ വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ പറയാണ്, ദേ ജാനകി, ഇവളെപ്പോലെയുള്ളവൾക്കൊന്നും കുടപിടിച്ച് കൊടുക്കണ്ട, അത് നിനക്ക് കരയേണ്ടി വരും. അതേ മാനസികാവസ്ഥയിൽ നടന്നവളാണ് ഞാൻ. നിൻ്റെയും ഇവളുടെയൊക്കെ വാക്ക് കേട്ട് എൻ്റെ ഈ നിൽക്കുന്ന നയനമോളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇവളെപ്പോലെയുള്ളവൾക്കൊക്കെ കുടപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും നീ അനുഭവിക്കും എന്നിങ്ങനെ പറയാനേട്ടോ. അപ്പോൾ ആ സമയമാണ് ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ആദർശിനെ കാണുമ്പോൾ സംസാരം അവിടെ നിർത്തുന്നുണ്ട്. അപ്പോൾ എന്താ മോനെ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പറയണം, അമ്മേ, നമ്മുടെ വിദേശ കമ്പനിയുടെ ജ്വല്ലറിയുടെ ഇൻവിറ്റേഷനാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കണം. നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് നോക്കാൻ നിൽക്കുമ്പോൾ അതിൽ കാണുന്ന ഫോട്ടോ നയനയുടെ ആയിരിക്കൂട്ടോ. നയനയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന ആ ഒരു ഫ്ലെക്സാണ് അതിൽ കാണുന്നത്. അത് കാണുന്ന അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് അനാമിക അതങ്ങ് ചീന്തി ഇടുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി ദേവയാനിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ആരെടി ഈ അനന്തപുരിയിൽ കൊണ്ടുവരുന്ന ഈ പേപ്പർ, എൻ്റെ മരുമകൾ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഇൻവിറ്റേഷൻ ചീന്താൻ ആരാണ് എന്നോട് പറഞ്ഞത്? ഇത് കീറിയിടുന്നത് ആരോട് ചോദിച്ചിട്ടാണ് നീ ചെയ്യുന്നത്? നീ ഇവിടുത്തെ റാണിയാണെന്നാ നിൻ്റെ വിചാരം? നിൻ്റെ അച്ഛൻ്റെ സ്വത്തോ മുതലോ എന്തെങ്കിലും ആണോടി? നിൻ്റെ അച്ഛൻ്റെ തറവാടാണോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ട് ഇങ്ങനെ ദേവയാനി സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന അനാമിക ആകെ ഞെട്ടിപ്പോവാണ്. എന്നാൽ കാരണം നോക്കി ഒന്നങ്ങ് കൊടുക്കുന്നുണ്ട്. ഇനി മേലാൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ കണ്ടു നിൽക്കില്ല. ഒരുപാട് തവണയായി നീ ഓരോ ക്രൂരതകൾ ചെയ്യുന്നത് ഞാൻ കാണുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ജാനകിക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ
ജാനകി നേരെ പോകുന്നത് മുത്തശ്ശൻ്റെ അടുത്തോട്ടാണ്. മുത്തശ്ശനോട് പറയണേ, അച്ഛാ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇവിടുത്തെ കാരണവരല്ലേ, എന്നിട്ട് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്താ? എൻ്റെ മരുമകൾ എത്ര വലിയ കുടുംബത്തിൽ നിന്ന് വന്നവളാണ്, അവളെയാണ് ഏട്ടത്തി അടിച്ചിരിക്കുന്നത്. ഇനി എനിക്ക് എന്തായാലും വാശിയായി. ഇവിടെ എൻ്റെ മരുമകൾ ചെയ്യേണ്ട ഉദ്ഘാടനം അവൾ തന്നെ ചെയ്യണം, അല്ലാതെ ഒരു യോഗ്യതയുമില്ലാതെ മുഖം മറച്ച് വന്ന നയനയല്ല ചെയ്യേണ്ടത് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണേ, അതൊരിക്കലും നടക്കില്ല ജാനകി, നീ പറയുന്നത് പോലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റില്ല. ആദർശ് ഇടുന്ന ജ്വല്ലറിയിൽ ആദർശിൻ്റെ അമ്മക്കും അച്ഛനുമാണ് അതിന് അധികാരമുള്ളത്. പിന്നെ ഈ കിളവൻ എന്തിനാണാവോ തല ചുറ്റിയിട്ടും അന്ന് ചാവാതെ ഇവിടെ കിടന്നത്? കാരണവരെന്ന് പറഞ്ഞിട്ട് നിങ്ങളിവിടെ നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അത് കേട്ട ദേവയാനിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനും, എന്നിട്ട് കരണം നോക്കി ഒന്നങ്ങ് ജാനകിയുടെ മുഖം നോക്കി കൊടുക്കണേ. എന്നിട്ട് പറയണേ, എന്താ നീ സംസാരിക്കുന്നത്? നീ സംസാരിച്ചത് എന്താ? ഇപ്പോൾ ഇത്രയും കാലം നമ്മളെല്ലാവരും സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ അച്ഛനെയാണ് ജാനകി നീ പറഞ്ഞത്, അതും ചത്തൂടെ എന്നൊക്കെ. എന്തൊക്കെ വാക്കുകളാണ് നീ പ്രയോഗിക്കുന്നത്? അന്നങ്ങ് ചാവുകയാണെങ്കിൽ എന്നൊക്കെ പറയാൻ പാടുമോ എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം ഭ്രാന്ത് പിടിച്ച അനാമികയുടെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നത് എന്തെന്ന് അറിയുന്നില്ല. അങ്ങനെ വിളിച്ചു കൂകാൻ കേട്ടോ. എന്നാൽ ഒന്നും മിണ്ടാതെ മുത്തശ്ശൻ അവിടെ നിന്നും കണ്ണ് നിറച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ രേവതി ഒരു തീരുമാനം എടുക്കണേ. എന്തായാലും നമുക്കിതിങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല മോളെ. ഞാൻ എന്തായാലും നിനക്ക് വശീകരണപ്പൊടി കൊടുന്നു തരാം. അവളുടെ മിടുക്ക് അങ്ങനെയാണല്ലോ, എല്ലാവരെയും അവൾ പാലിൽ വശീകരണപ്പൊടി കൊടുത്താണ് അവൾ എല്ലാവരെയും കീഴ്പ്പെടുത്തുന്നത്. അതുപോലെ തന്നെ നീയും ചെയ്യും മോളെ. അതെന്തായാലും നീ അവൾക്ക് പാലിൽ കലക്കി കൊടുക്കുക. അവൾ നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഇവിടെ നിന്ന് പോകാൻ പാടില്ല എന്ന ഒരു തീരുമാനവും പറഞ്ഞ് അവിടെ നിന്ന് പോകണേട്ടാ. അങ്ങനെ ഈ ഒരു പൊടി കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആരും കാണാതെ അനാമികക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും രേവതി ഇങ്ങനെ എത്തിച്ചു കൊടുക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ പതിവ് പോലെ നയന പാല് തിളപ്പിച്ച് അത് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് അനാമിക കാണാൻ പതുങ്ങി പോകുന്നത് ഇങ്ങനെ ദേവയാനിയുടെ കണ്ണിൽ കാണാം കേട്ടോ. അങ്ങനെ ദേവയാനി പതുക്കെ അനാമികയെ ഫോളോ ചെയ്ത് പോകുമ്പോൾ അനാമിക കാണാൻ തൻ്റെ സാരിത്തുമ്പിൽ നിന്നും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പൊടി അതിലോട്ട് ചേർക്കുന്ന കേട്ടോ. അത് കണ്ടിട്ട് ദേവയാനി അങ്ങ് വരികയാണ്. അതോടുകൂടി ദേവയാനി അനാമികയുടെ കരണത്തിട്ട് അടിക്കുകയാണ്. എന്താടി നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? നീ ഇപ്പോൾ എന്താ ഈ പാലിൽ ചേർത്തത്? അത് വല്യമ്മേ, ഞാൻ കുറച്ച് ഷുഗർ ചേർത്തതാ. ഷുഗർ എന്തിനാടി നിൻ്റെ സാരിത്തുമ്പിൽ കൊടുന്ന് ചേർക്കുന്നത്? മര്യാദയ്ക്ക് ഇതിൽ നിന്നൊരു ഗ്ലാസ് പാലെടുത്ത് കുടിക്കടി. അത് പിന്നെ വല്യമ്മേ, എനിക്ക് വയറിന് സുഖമില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതിന് ഷുഗർ ചേർക്കേണ്ട ആവശ്യം എന്താ? നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? ഇവിടെ നവ്യക്ക് തിളപ്പിക്കാൻ വെച്ചിരുന്ന പാലാണല്ലോ നയനയും ഒരു ഗ്ലാസ് കുടിക്കുന്നത് നിനക്കറിയാം. പിന്നെ നീ എന്തിനാ എൻ്റെ ഷുഗർ ചേർത്തത്? അവർക്ക് വേണമെങ്കിൽ അവർ ചേർക്കില്ല. മര്യാദയ്ക്ക് ഇത് കുടിക്കടി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാല് ഒരു ഗ്ലാസ്സിലാക്കി അനാമികയുടെ കയ്യിൽ കൊടുത്ത് ദേവയാനി അനാമികയുടെ മുടിക്കൊത്തിൽ അങ്ങ് പിടിച്ചിട്ട് ആ പാല് കുടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അനാമിക അതൊരൊറ്റ തട്ടങ്ങ് തട്ടണം കേട്ടോ. ഇതേ സമയം ദേവയാനി ചോദിക്കും, എന്തിനാടി നീ അത് തട്ടിയത്? നീ എൻ്റെ ലിവറും കളഞ്ഞതുപോലെ ഇവിടെ എൻ്റെ മരുമക്കളുടെ ലിവറും കളയാനുള്ള പരിപാടിയാണോ? നീ തന്നെയാണ് എന്നെ ഈ ഒരു വീഴ്ചയിലാക്കിയത് എന്ന സത്യം എനിക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഈ വീട്ടിൽ നിൻ്റെ ഒരു പോരും നടക്കില്ലെന്ന് പറഞ്ഞ് ദേവയാനി കണക്കിന് അനാമികക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ.